നമസ്കാരം എല്ലാ ISL പ്രേമികൾക്കും GTF വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് വന്നിട്ടുള്ളത്. നേരെ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പായി ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം, നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്ത് വരുന്ന റൂമറുകളിൽ 6 റൂമറുകളാണ് ശക്തമായി തുടരുന്നത്. അതിൽ തന്നെ 4 സെന്റർ ഫോർവേഡുകളും 2 സെന്റർ ബാക്കുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെന്റർ ബാക്ക് പൊസിഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ ബ്രണ്ടൻ ഹാമിൽ, അതുപോലെ തന്നെ പഞ്ചാബ് എഫ്സിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഡിമിട്രിയസ് എന്ന് പറയുന്ന 2 താരങ്ങളെയാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും 2 താരങ്ങളുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC ചർച്ചകൾ ആരംഭിച്ചു എന്നൊരു കാര്യം ജെനുവൻ ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ട്രാൻസ്ഫർ മാർക്കറ്റും ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇരു താരങ്ങളിലും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് ബ്രണ്ടൻ ഹാമിൽ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ സെന്റർ ബാക്ക് തന്നെയാണ്. നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് ഇദ്ദേഹം. ലസ്കോവിച്ചിന്റെ അഭാവത്തിൽ ബ്രണ്ടൻ ഹാമിൽ വന്നാൽ അത് നികത്താൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അടുത്തതായി പറയാൻ പോകുന്നത് 4 സെന്റർ ഫോർവേഡുകളുടെ പേരുകളാണ്. നമുക്കറിയാം, ജാമി മെക്ലറൻ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ സെന്റർ ഫോർവേഡ്. നിലവിൽ ISL പല ക്ലബ്ബുകളും ഇദ്ദേഹത്തെ ലക്ഷ്യമിട്ട് പറക്കുന്നുണ്ട്. എന്തായാലും ജാമി മെക്ലറിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടം തന്നെയായിരിക്കും. ഡിമിട്രിയോസ് ഡയമൻഡാക്കോസിന് പറ്റിയ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ഒരു നല്ലൊരു സ്ട്രൈക്കറെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് കിട്ടിയതിന് തുല്യം തന്നെയാണ്. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ജാമി മെക്ലറിനെ ഒരു ഇന്ത്യൻ ക്ലബ്ബ് സൈൻ ചെയ്തിട്ടുണ്ട്. അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കുമോ, അതോ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആയിരിക്കുമോ, മുംബൈ സിറ്റി FC ആയിരിക്കുമോ, നമുക്ക് കാത്തിരുന്നതിനെ കാണാം. അടുത്ത 3 താരങ്ങൾ എന്ന് പറയുന്നത് ടോം ആൽഡ്രസ്, ജോർജിയോസ് മനാലിസ്, അതുപോലെ തന്നെ മാഗ്നസ് എറിക്സൺ തുടങ്ങിയ 3 താരങ്ങളാണ്. 3 പേരും തുല്യരായിട്ടുള്ള സ്ട്രൈക്കർ തന്നെയാണ്. ബട്ട് ഈ വരുന്ന 4 സ്ട്രൈക്കർമാരിൽ ജാമി മെക്ലറൻ എത്തിയാൽ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. എന്തായാലും വീഡിയോ അവസാനിക്കുന്നത് ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യുക. മറ്റൊരു ദിവസമായി മറ്റൊരു അപ്ഡേറ്റുകൾ വരുന്നതുവരേക്കും എല്ലാവർക്കും സ്റ്റേ ട്യൂൺഡ് അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.